ആരാടാ എം ഡി? കയ്യൂക്കുള്ള റൗഡികളെ വെച്ച് എന്റെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് തട്ടിയെടുക്കാൻ നോക്കുന്നോടാ. നീ ഏത് റൗഡിയെ വെച്ചാണ് ഇതുവരെ കളിച്ചത്? ആ റൗഡി ഇപ്പൊ എന്റെ കൂടെയാടാ. എന്താടാ മൂടും തിരിഞ്ഞിരിക്കുന്നത്? നേരെ നോക്കടാ, നിന്റെ കരച്ചിലത് കാണട്ടെ. കസേരയോട് പറഞ്ഞ ഒന്നും വേസ്റ്റ് ആയിട്ടില്ല, കേൾക്കേണ്ട ആള് കേട്ടിട്ടുണ്ട്. യു GK കൺസ്ട്രക്ഷൻ ലൈൻ മാനേജിംഗ് ഡയറക്ടർ ഗോപാലകൃഷ്ണൻ. നീ MD യോ? ഈ സീറ്റിലിരിക്കുമ്പോൾ MD, ഫൈറ്റ് ചെയ്യുമ്പോൾ റൗഡി, ടോട്ടലായിട്ട് നിന്നെക്കാളും ബെറ്റർ KD. സർപ്രൈസ് ആയോ? നീ എന്ത് വിചാരിച്ചടാ? ദാഹിക്കുന്നുണ്ടോ? ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്, ലസ്സി. അത് കൂളാ. എടാ GK, ബിസിനസ്സിൽ എന്നോട് ഏറ്റുമുട്ടുന്നത് ആ ഭാർഗവനെ അടിച്ചിട്ടതുപോലെ അത്ര നിസാരമല്ലെന്നോർത്തോ? ആരെക്കാളും നമ്പർ 1 കൺസ്ട്രക്ഷൻ കമ്പനി ഓണറാ ഞാൻ. അതുകൊണ്ടാ നിന്നോട് മുട്ടിയത്. നമ്പർ 3യോട് മുട്ടിയാൽ 3 ആകൂ, 2വിനോട് മുട്ടിയാൽ 2 ആകൂ, നമ്പർ 1നോട് മുട്ടിയാലേ 1 ആകൂ. ദാറ്റ് ഈസ് GK. G എന്നാൽ ഗട്സ്, K എന്നാൽ കലേജ. അപ് ടു ജാ. ഞാൻ ഇതുവരെ ഉയരങ്ങളിലെത്താൻ അല്ല ശ്രമിച്ചിട്ടുള്ളത്, മറ്റുള്ളവരെ വലിച്ച് എങ്ങനെ താഴെയിടാമെന്നായിരുന്നു എന്റെ ചിന്ത. നിന്നെയും ചവിട്ടി താഴെയിടും ഞാൻ. എനിക്ക് വൈരാഗ്യം തോന്നിയാൽ ഭ്രാന്തന്മാരെക്കാൾ കഷ്ടാവും ഞാൻ. വൈരാഗ്യം തോന്നിയില്ലെങ്കിലും അതുപോലെ തന്നെ അണ്ണാ. ഫസ്റ്റ് അഡ്വാൻസ് എത്രയും പെട്ടെന്ന് വർക്ക് തുടങ്ങണം. നോ ക്യാഷ്, ഓൺലി ചെക്ക്. ഓക്കെ. ഇന്നാണ് സാർ റിയൽ എസ്റ്റേറ്റിൽ നട്ടലുള്ള ഒരാളെ കണ്ടത്. ഇനി അങ്ങോട്ട് എന്റെ കോൺട്രാക്ട്സ് എല്ലാം നിങ്ങൾക്കാണ്. താങ്ക് യു, താങ്ക് യു. സാർ, നമുക്ക് വർക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. നാളെ സൺഡേ ആയതുകൊണ്ട് സ്റ്റാഫ് മീറ്റിംഗ് ഇന്ന് വൈകിട്ട് തന്നെ അറേഞ്ച് ചെയ്യട്ടെ. സുനിലേ, ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടും സാർ എന്താടാ ഇങ്ങനെ ചിരിച്ചത്? ആ ചിരിയുടെ അർത്ഥം എന്തെന്ന് മനസ്സിലായില്ല? ഇല്ല. എടോ ചാർലി, നാളെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് സാറ്റർഡേ. സാറ്റർഡേയിൽ ആവശ്യം സ്റ്റാഫ് മീറ്റിംഗ് അല്ല, ഫ്രണ്ട്സ് മീറ്റിംഗും പാർട്ടിയും ഡിസ്കോയുമാ. ഇന്റർവ്യൂ ടഫ് ആയിരിക്കോ? സാലറി അതുപോലെ കിട്ടും. താമസിക്കാൻ ഫ്ലാറ്റ് മാത്രമല്ല, പിക്കപ്പ് ചെയ്യാൻ കാറും അയച്ചു തരും. ഈ ജോലിയൊന്ന് കിട്ടാൻ വേറെ ആരെയാ കാണണ്ടേ? MDയുടെ ഡ്രൈവറെ. ഡ്രൈവറെയോ? ആ അതെ, അവനെ MDയുടെ ഏറ്റവും നല്ല ഫ്രണ്ട്. അദ്ദേഹം എന്ത് ചെയ്യണമെങ്കിലും അയാളോട് ചോദിച്ചിട്ടേ ഉള്ളൂ. ഇന്റർവ്യൂവിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പോലും അയാൾക്കറിയാം. അതിന് അയാളോട് ചോദിച്ചാ പറഞ്ഞു തരുമോ? വെറുതെ ചോദിച്ചാ പറയില്ല, കയ്യിൽ വല്ലതും കൊടുത്താ പറഞ്ഞേക്കും. താങ്ക് യു. ഇപ്പൊ ബോസ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം, നോട്ട് ചെയ്തോണം. നിന്റെ പേരെന്താ? അയ്യോ സോറി കേട്ടോ, കണ്ടില്ല, അതുകൊണ്ടാ. അറിഞ്ഞോണ്ട് വന്ന് ഇടിച്ചിട്ട് നമ്പർ ഇറക്കാൻ നോക്കുന്നു. എന്റെ പ്രായത്തെ കുറിച്ചെങ്കിലും ഒന്ന് ഓർക്കു കൂട്ടി. അത് തന്നെയാ പറയുന്നത്, ഈ പ്രായത്തിലെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങിക്കൂടെ? അതിനിപ്പോ എന്റെ കാര്യം എനിക്കല്ലേ അറിയാവൂ. പ്രായം കൂടുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? മിസ്റ്റർ, നിങ്ങൾക്ക് അവിടെ എങ്ങനെ പോയിരുന്നൂടെ? ഒരുത്തിയുടെ വായിരിക്കണ കേട്ടിട്ടാ ഇവിടെ വന്നിരിക്കണത്. ഓ കുട്ടി, ഇതൊന്നും ശരിയല്ല കേട്ടോ. ഇന്റർവ്യൂവിന് എത്ര പേര് വന്നിട്ടുണ്ട്? 10-12 പേരുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് വിളിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എനിക്കൊരു സെക്രട്ടറി വേണമെന്നും MB ആയിരിക്കണമെന്നും പറഞ്ഞ് പത്രത്തിൽ ആഡ് കൊടുത്തിരുന്നു. ആ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിൽക്കുണ്ടല്ലോ. എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമായില്ല, ക്യാരക്ടർ കൂടി നോക്കിയാൽ ഞാൻ എന്റെ സെക്രട്ടറിയെ സെലക്ട് ചെയ്യും. സുനിൽ, കമല, ലക്ഷ്മി, മേഘന, പല്ലവി, ജ്യോതി, ജ്യോത്സന, മാധുരി. ഈ 7 പേരും 500 രൂപ കൊടുത്ത് 50,000ന്റെ സെക്രട്ടറി പോസ്റ്റ് തട്ടിയെടുക്കാൻ കുറുക്കുവഴി തേടിയവരാണ്. ജോലി കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെയാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും? ആരെങ്കിലും 5 ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ 5 കോടിയുടെ ടെൻഡർ നിങ്ങൾ ചോർത്തി കൊടുക്കില്ലേ? നിങ്ങൾ നേരായ വഴിയിലൂടെയാണോ ഈ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നത്? കാര്യം കാണാൻ കുറുക്കുവഴി തേടുന്നവരെയും അധികം സംസാരിക്കുന്നവരെയും എനിക്ക് ഇഷ്ടമല്ല. യു ക്യാൻ ഗോ. കമോൺ ഗേൾസ്, 500 റുപ്പീസ് കൊടുത്ത് ഇവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ 5000 കൊടുത്ത വേറെ കമ്പനി കിട്ടുമോ നോക്കാം. എന്നാ തന്റെ 500 രൂപ പോയി മീൻ വാങ്ങിക്കും. നെക്സ്റ്റ്, സ്റ്റെല്ല, മേരി, സിന്ധു. കോർപ്പറേറ്റ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ആണും പെണ്ണുമെല്ലാം ഫ്രണ്ട്സിനെ പോലെ ഇടപെടണം. ഓരോ ആണുങ്ങളും തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നലുള്ള എല്ലാ പെണ്ണുങ്ങളും ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും, ഡ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കുകയില്ല. അതുകൊണ്ട് മൈൻഡ് മെച്ചൂറായ മോഡേൺ പെൺകുട്ടികളെ പോലെ ആകാൻ ശ്രമിക്കൂ, എങ്കിൽ രക്ഷപ്പെടും.
സോറി സർ. ജീവിതത്തിൽ ഒരിക്കലും ഇനി ആ വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേ. സർ, ഇത്ര ടഫായ ഒരു ബോസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ബോസ് എന്നാൽ ഫ്രണ്ടിനെ പോലെ ആയിരിക്കണം. സാറ്റർഡേ നൈറ്റ് താൻ ക്ലബിൽ വന്നാൽ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാം. ഓഫീസിൽ നോ ഫ്രണ്ട്ഷിപ്പ്. താങ്ക്സ് സർ. ബോസ് ആയാലും ഇങ്ങനെ ഇരിക്കണം സർ. ഹാൻഡ്സമായി, ഡൈനാമിക് ആയി. എന്നാൽ സെക്രട്ടറി മാത്രം തന്നെ പോലെ ആവരുത്. മുഖസ്തുതി പറയുന്നവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. യു ക്യാൻ ഗോ. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് ചോദിച്ചിട്ട് സാർ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? വേണ്ടത് കിട്ടുന്നവരെ ഈ GK കോംപ്രമൈസ് ചെയ്യില്ല. പക്ഷെ ഒരബദ്ധം പറ്റി. തന്റെ കാര്യം തന്നെ. അല്ല ചേട്ടാ, ആൾക്കാരിൽ പെൺഭ്രാന്തന്മാരുണ്ട്, സിനിമാ ഭ്രാന്തന്മാരുണ്ട്, ക്രിക്കറ്റ് ഭ്രാന്തന്മാരുണ്ട്. ചേട്ടന് മാത്രം എന്താ ഒരു ഭ്രാന്തും ഇല്ലാത്തത്? എന്തെങ്കിലും വേണ്ട ചേട്ടാ? ഉണ്ടല്ലോ, കാർ ഭ്രാന്ത്. ഓ, അത് ശരിയാണല്ലോ. മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏത് കാറും അന്ന് തന്നെ വാങ്ങിയില്ലേ ഉറക്കം വരുമോ? ഞാനാണെങ്കിൽ കാർ മാറി മാറി ഓടിച്ച് ഡ്രൈവിങ്ങേ മറന്നുപോയി. അതല്ലേടാ, നിന്നെ ഇരുത്തി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. സ്റ്റോപ്പ് പ്ലീസ്. സ്റ്റോപ്പ് സർ, ആക്സിഡന്റ് ആണ്. അർജന്റ് ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. Serious ആ? Yes, he's alive. സുനിൽ, വേഗം. Thank you sir. അല്ല, ഇത് നിങ്ങളുടെ ആരാ? എന്റെ ആരുമല്ല. ഒരു ബന്ധവും ഇല്ലാത്ത ആളെ രക്ഷപ്പെടുത്താനാണോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്? റോഡിൽ രക്തം ഒഴുകി കിടക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ രക്തബന്ധം വേണമെന്നുണ്ടോ സർ? വളരെ നല്ല കാര്യമാണ് ചെയ്തത്. മൂക്കിലിരിക്കുന്ന കൊതുകിനെ ഓടിക്കാൻ പോലും നേരമില്ലാത്തവരുടെ ഈ സിറ്റിയിൽ മുഖപരിചയം പോലും ഇല്ലാത്ത ഒരാളെ രക്ഷപ്പെടുത്താൻ തോന്നിയില്ലേ? ഈ കുട്ടി ചെയ്തത് നല്ല കാര്യമില്ല ചേട്ടാ. വേറെന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാവും. എടാ വാ, നമുക്ക് പോവാം. ഇനി അവര് നോക്കിക്കോളൂ. സർ, സർ, ഒരു മിനിറ്റ്, ഒന്ന് അകത്തേക്ക് വരാമോ? ഓക്കെ സർ, വിസിറ്റിംഗ് കാർഡ് ഒന്ന് തരൂ. ഓക്കെ. പേഷ്യന്റിന്റെ ആരാ? അയാള് റോഡിൽ കിടന്ന് അളിയനാണ് സർ, സഹോദരിയുടെ ഭർത്താവ്. സർ, 1 മിനിറ്റ് പ്ലീസ്. എന്താ? സോറി സർ, ആക്സിഡന്റ് കേസല്ലേ. റിലേറ്റീവ്സ് ആരും ഇല്ലെങ്കിൽ പോലീസ് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ശരി, താമ്പാ ഇവിടെ ഒപ്പിടണം. തൽക്കാലം കള്ള് ഒപ്പിട്ടാ മതി ചേട്ടാ. നിന്റെ ഒപ്പം ഞാൻ ഇട്ടത്. അഡ്മിഷൻ ഫീ 1000 രൂപ അടയ്ക്കണം. ഒരു മിനിറ്റ്. സാറിന് വിരോധം തോന്നില്ലെങ്കിൽ 1000 രൂപ കടം തന്നാ നാളെ ഞാൻ തിരിച്ചു തരാം. താൻ ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. തന്റെ കയ്യിൽ നിന്നായ പൈസയും ഇല്ല. അർദ്ധരാത്രി പിന്നെ എന്ത് ധൈര്യത്തിലാ താൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്? ആരെങ്കിലും ഒരാൾ സഹായത്തിന് എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സാർ വന്നത് ഭാഗ്യായി. ഓക്കേ. ഡോക്ടർ സാർ, എന്റെ ചേട്ടന്റെ അളിയനിപ്പോ എങ്ങനെയുണ്ട്? കൃത്യസമയത്ത് എത്തിച്ചത്, കുഴപ്പമൊന്നുമില്ല. സാർ ചെയ്തത് വലിയൊരു സഹായമാണ്. ആ ഒരു സഹായം കൂടെ ചെയ്യാമെന്ന്. ഈ സമയത്തിന് ഓട്ടോറിക്ഷ ഒന്നും കിട്ടത്തില്ലല്ലോ. വരൂ, ഡ്രോപ്പ് ചെയ്യാം. അതാ അതിന്റെ അർത്ഥം. വാനേ.